നമസ്കാരം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് എയിംസിനായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കോഴിക്കോടിൻ്റെ എം പി ആയിട്ടുള്ള എം കെ രാഘവനും തമ്മിൽ പിടിവലി തുടങ്ങുകയാണ്. അതോടുകൂടി കോഴിക്കോട്ടുകാരുടെ ചിരകാല സ്വപ്നത്തിന് മങ്ങലേൽക്കുമോ എന്നുള്ളതാണ്. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നും എന്നാൽ കോഴിക്കോട് തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരം, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകൾ പരിഗണനയിലുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് രാഘവൻ എം പി ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രതികരിച്ചത്. അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എയിംസിനായിട്ട് നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നും ലിസ്റ്റിൽ വന്നാൽ ബഡ്ജറ്റിൽ സാധിച്ചെടുക്കുമെന്നുമാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും കിനാലൂരിൽ യാഥാർത്ഥ്യമാക്കാൻ ജനകീയ മുന്നേറ്റം വേണമെങ്കിൽ നേതൃത്വം നൽകുമെന്നും എം കെ രാഘവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഭൂമി കിനാലൂരിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. 150 ഏക്കർ അക്വയർ ചെയ്തു കഴിഞ്ഞു. ബാക്കി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട്ട് എയിംസിന് ഭൂമി കണ്ടെത്തിയ സാഹചര്യത്തിൽ മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എം കെ രാഘവൻ്റെ നിലപാടെന്ന് പറയുന്നത്. എയിംസ് കേരളത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരമുള്ള ചികിത്സ ലഭ്യമാണ്. ആരോഗ്യരംഗത്ത് വിപുലമായിട്ടുള്ള പഠനത്തിനും ഗവേഷണത്തിനും അവസരമൊരുങ്ങും. കേരളത്തിൻ്റെ ആരോഗ്യ ഗവേഷണ മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകും. വിദഗ്ധ ഡോക്ടർമാരും ഗവേഷകരും അതോടുകൂടി കേരളത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. എയിംസിൻ്റെ നാൾവഴികളിലൂടെ കടന്നുപോയാൽ 2014 200 ഏക്കർ ഭൂമി നൽകിയാൽ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനമുണ്ടാകും. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾ അന്ന് പരിഗണനയിൽ വരികയും ചെയ്തു. കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. എയിംസ് കോഴിക്കോട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായിട്ട് കോഴിക്കോടിൻ്റെ എം പി ആയിട്ടുള്ള എം കെ രാഘവൻ എം പി കേന്ദ്രമന്ത്രിയെ സമീപിക്കുന്നു. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വരണമെന്ന സർക്കാർ തീരുമാനത്തിൽ ഭൂമി ഏറ്റെടുക്കൽ അടക്കം പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നു. 252 ഏക്കർ ഭൂമി എയിംസിന് വേണ്ടി സംസ്ഥാനം ഉറപ്പു നൽകുന്നു. 2023 ജൂണിൽ കിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ 153 ഏക്കർ ഭൂമിയും 99 ഏക്കർ സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറുവാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നു. കിനാലൂർ, കാന്തലോട് വില്ലേജുകളിലെ 40.68 ഹെക്ടർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എയിംസ് കോഴിക്കോട് വേണമെന്ന് പറയാൻ അവർക്ക് അവകാശമുള്ളത് പോലെ തന്നെ തനിക്കും ചെറിയൊരു അവകാശമുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നു. മന്ത്രിയുടെ വാക്കുകളാണ്, അതുകൊണ്ട് തന്നെ കേൾക്കാതിരിക്കാൻ കഴിയില്ല. എയിംസ് കോഴിക്കോട്ടുകാരുടെ സ്വപ്നമല്ല, മലബാറിൻ്റെ ആവശ്യമാണ് എന്നാണ് ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. എയിംസിന് വേണ്ടിയിട്ട് കോഴിക്കോടിൻ്റെ എം പി സാധാരണയിൽ കവിഞ്ഞ ഒരു ആവേശം കാണിക്കുന്നുണ്ട്, അവിടെ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന് അത് അത്തരത്തിലൊരു വികാരമുണ്ടാകാം. കാരണം എം കെ രാഘവൻ എന്ന് പറയപ്പെടുന്ന എം പിക്ക് കോഴിക്കോടിനുള്ളൊരു വലിയ താല്പര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം എം പിക്ക് അത്തരത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പിന്നാക്കം പായുന്ന സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന മന്ത്രി, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ എം പി, കോഴിക്കോട്ട് തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നും അത് തൃശ്ശൂരിൽ വന്നാൽ എന്താ എന്നും ചോദിക്കുന്നില്ലേ? അത് തിരുവനന്തപുരത്ത് വന്നാൽ എന്താണെന്ന് ചോദിക്കുന്നില്ലേ? ഇനി എറണാകുളത്ത് വന്നാൽ എന്താണെന്ന് ചോദിക്കുന്നില്ലേ? ഒപ്പം ഇവിടെയെല്ലാം എന്തുകൊണ്ടാണ് വരാൻ കഴിയാതായി പോകുന്നത്? തിരുവനന്തപുരത്തേക്ക് എത്തിക്കാം, പക്ഷെ അതിന് ഭൂമി എടുത്ത് നൽകണമെന്ന് മാത്രം. പക്ഷേ എറണാകുളം എന്ന് പറയപ്പെടുന്ന ഒരു ജില്ലയിലേക്ക് എത്തിക്കുവാൻ വളരെ പ്രയാസമുണ്ടാകുന്നത് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു നഗരം, അല്ലെങ്കിൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു നഗരത്തിലേക്ക് എങ്ങനെയാണ് എയിംസ് ഒരു സ്ഥാപനം കൊണ്ടെത്തിക്കുക? അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾ അടക്കമുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. എന്നാൽ കോഴിക്കോട് കിനാലൂരിൽ ഇപ്പോൾ 152 ഏക്കർ എടുത്ത സ്ഥലത്തേക്ക് വേണമെങ്കിൽ തുടങ്ങാം, അതിനുള്ള സാധ്യതകൾ നടത്താം. പക്ഷേ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നവർക്ക് എയിംസിലേക്ക് എത്താൻ വളരെ വലിയ ദൂരമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തൃശ്ശൂരിലാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് സുരേഷ് ഗോപി വാദിക്കുന്നത്. 2 സ്ഥലത്തും വടക്ക് നിന്നും തെക്ക് നിന്നുമുള്ളവർക്ക് പെട്ടെന്നെത്താൻ കഴിയുന്നത് തൃശ്ശൂരിലാണ് എന്നുള്ള രീതിയിലാണ് എയിംസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം ഇപ്പോൾ സുരേഷ് ഗോപി നടത്തുന്നത്. അതിനകത്തൊരു വസ്തുതയുമുണ്ട്. കോഴിക്കോട് എത്തുന്നതിനേക്കാൾ ദൂരക്കുറവാണ് തിരുവനന്തപുരത്തുകാർക്ക് തൃശ്ശൂരിലെത്തുന്നത്. ഒപ്പം തന്നെ കാസർഗോഡുകാർക്കാണെങ്കിലും കോഴിക്കോടുകാർക്കാണെങ്കിലും വടകരക്കാർക്കാണെങ്കിലും കണ്ണൂരുകാർക്കാണെങ്കിലും വേഗം എത്താം തൃശ്ശൂരിലേക്ക്. അവിടെ ഈ ഗതാഗത കുരുക്കുകൾ അടക്കമുള്ളവ ഇല്ലാതെ പെട്ടെന്നെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് എന്നുള്ള വാദം കൂടി സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ മണ്ഡലം കൂടിയാണല്ലോ തൃശ്ശൂർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യത്തെ സമ്മാനം തൃശ്ശൂരുകാർക്ക് നൽകുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിലും തെറ്റില്ല, അങ്ങനെ കൊണ്ടുവരുന്നതിലും തെറ്റില്ല, അത് തൃശ്ശൂരിൽ കൊണ്ടുവന്നാലും തെറ്റില്ല. പക്ഷേ എയിംസ് എന്നത് യാഥാർത്ഥ്യമാക്കണം എന്ന് മാത്രം. അതിൽ നഷ്ടമുണ്ടാകുന്നത് കോഴിക്കോട്ടുകാർക്കല്ല എന്ന് കോഴിക്കോട്ടുകാർ വിശ്വസിക്കുക.
എയിംസ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എയിംസ് എന്നത് കേരളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അത് കാസർഗോട്ടുകാരനും തിരുവനന്തപുരത്തുകാരനും ഒരേപോലെ ഫലപ്രദമാകണമെന്ന് മാത്രം ചിന്തിക്കുക.